ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇഡ്ഡലി മാവിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഒരു ചെട്ടിനാട് സ്പെഷ്യൽ കുഴിപ്പനിയാരം. നമ്മളെ ഉണ്ണിയപ്പ ചട്ടി ഉണ്ടല്ലോ, അതിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ചായൻ്റെ കൂടെ നല്ലൊരു സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവിലാണ് ചെയ്യുന്നത്. ചിലരെങ്കിലും ഇത് ദോശമാവിൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ദോശമാവിൽ ചെയ്യുകയാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് കുടിച്ച് ഇത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇഡ്ഡലി മാവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴിപ്പനിയാരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കുഴിപ്പനിയാരം. അപ്പോൾ ഇത് നല്ല തേങ്ങാ ചട്നീൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഇത് കാണാനുള്ള ഭംഗി മാത്രമല്ല, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് ഇഡ്ഡലി മാവാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി, ആ ഒരു സെയിം മാവ് തന്നെയാണ് ഇട്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഈ ഒരു മാവിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഒന്ന് വഴറ്റി ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പിന്നെ ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം, ഉഴുന്ന് പരിപ്പ് കേട്ടോ, അതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നല്ലപോലെ പൊട്ടി വരും. ആ ഒരു സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചെടുത്ത ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു 3-4 സെക്കൻഡ് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. വഴറ്റി നന്നായിട്ട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3-4 സെക്കൻഡ് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തതും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും ഒരു 3-4 സെക്കൻഡ് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഇതും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇഡ്ഡലിയുടെ ബാറ്ററിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർ അറിയായിരിക്കും, ഞാൻ ഉപ്പിട്ടിട്ടാണ് ആ ഒരു ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കിയത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 കപ്പോളം മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ ആ ഒരു ഇഡ്ഡലിയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് രുചിച്ച് നോക്കുക, പാകത്തിന് ഉപ്പില്ലേന്നൊക്കെ ഒന്ന് രുചിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് കുഴിപ്പനിയാരം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സും അതുപോലെ തന്നെ ഇഡ്ഡലി ബാറ്റർ എല്ലാം നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലാത്ത ഉണ്ണിയപ്പ ചട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ആ ഒരു കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളമാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ ഒന്ന് എണ്ണ തൂത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു ഇത്തിരി ഇതിനേക്കാളും കുറച്ച് ഒരു 2-3 തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ആ ഒരു അത്രയും എണ്ണ മതി. നമ്മൾ ഉണ്ണിയപ്പം ചുട്ടെടുക്കണ ആ നിറച്ച് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന്. അപ്പോൾ കുറച്ച് എണ്ണയിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് നന്നായിട്ട് ആ ഒരു സൈഡൊക്കെ ഒന്നിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പിയായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുഴിപ്പനിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ, നല്ല പൊങ്ങി വരും. കാരണം നല്ല പൊങ്ങിയ ഇഡ്ഡലിൻ്റെ ബാറ്ററാണല്ലോ, അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും ഇത്. അപ്പോൾ നമുക്ക് നല്ലൊരു ബോൾ പോലെ തന്നെ ഈ ഒരു പനിയാരം കിട്ടും. അപ്പോൾ എല്ലാവരും ഇഡ്ഡലിയുടെ ബാറ്റർ തന്നെ ഈ ഒരു കുഴിപ്പനിയാരം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് തന്നെ പറയണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും പറയാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അതും പറയണേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇഡ്ഡലിയുടെ റെസിപ്പി. അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കാണണേ. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.